മുത്താരമ്മ മീഡിയാസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇടവം രാശിക്കാർക്ക് ഈ വർഷം എന്തു ഫലമൊക്കെ നൽകുന്നു എന്ന് നമുക്ക് നോക്കാം. ഇത്തവണ ഈ വർഷം, അതായത് 2022, 23, 24 കാലഘട്ടങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ 2025 മഹാലക്ഷ്മിയുടെ കടാക്ഷം പൂർണ്ണമായിട്ടും തന്നെ നിങ്ങളിലേക്ക് എന്ന് പറയേണ്ടി വരും. കാരണം അത്രത്തോളം നന്മകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈശ്വരൻ കരുതി വച്ചിരിക്കുന്നു എന്നുള്ളത് വളരെയേറെ സത്യമായ ഒരു കാര്യം തന്നെയാണ്. തൊഴിൽപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ വളരെ ഏറെ അനുഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരു കാലം. അതുപോലെ തന്നെ തൊഴിൽപരമായ ഇടങ്ങളിലൊക്കെ നല്ല ഉന്നതമായ പദവികൾ കാത്തിരിപ്പുണ്ട്. ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും നല്ല ഉന്നതമായ പദവികളൊക്കെ കാത്തുവച്ചിട്ടുണ്ട്. അതുപോലെ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നവർക്കും നല്ല ഒരു സമയത്തെ കാത്തുവച്ചിട്ടുണ്ട്. പൊതുവിൽ ഈ രാശിക്കാർക്ക് വളരെ ഏറെ നന്മകൾ എന്ന് തന്നെ പറയാം. ഒരു ലോട്ടറി കാലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ലോട്ടറി ഭാഗ്യം ഒരു പക്ഷേങ്കിൽ നിങ്ങൾക്ക് കിട്ടിയാൽ കിട്ടാം. കാരണം അത്രത്തോളം ഈശ്വരൻ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വാരിക്കോരി തന്നെ ചുരുങ്ങുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. ഈ ജനുവരി ഫെബ്രുവരി മാസത്തിലായാൽ തന്നെയും ഒരു സ്റ്റാർട്ടപ്പ് എന്ന രീതിക്ക് നിങ്ങൾക്ക് ആ ഒരു മുന്നേറ്റത്തിൻ്റെ ആ ഒരു വഴികൾ തുറക്കുന്നത് തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ അത് മനസ്സിലാക്കി കാണും. ചെറിയ രീതിക്കെങ്കിലും ഒരു ചെറുതായിട്ട് ആ ഒരു ഔന്നത്യത്തിൻ്റെ ആ ഒരു പാതകൾ നിങ്ങളുടെ മുന്നിൽ തുറന്നതായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം. അതുപോലെ മെഡിസിൻ സംബന്ധപ്പെട്ട ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ശരി, അഡ്വക്കേറ്റായിട്ടിരിക്കുന്നവർക്കാണെങ്കിലും ശരി, അങ്ങനെ പ്രത്യേകമായിട്ട് തന്നെ ഒന്നും എടുത്തു പറയാനായിട്ടില്ല. പൊതുവിൽ എല്ലാവർക്കും ഗുണകരമായ ഒരു വർഷമാണ്. അപ്പോൾ നമുക്ക് എന്ത് വിധത്തിലാണ് അതൊക്കെ എന്ന് നോക്കാം. മെഡിസിൻ സംബന്ധപ്പെട്ട തൊഴിലൊക്കെ ചെയ്യുന്നവർക്കും, അതുപോലെ ഇരുമ്പ് സംബന്ധപ്പെട്ട എന്ന് പറയാം, വാഹനങ്ങളൊക്കെ സംബന്ധിയായ രീതിയിലൊക്കെ ബിസിനസ്സൊക്കെ നടത്തുന്നത്, ചിലരൊക്കെ വാഹന കമ്പനികളൊക്കെ നടത്തുന്നുണ്ടാകും, ചില വർക്ക്ഷോപ്പൊക്കെ ഉള്ള വ്യക്തികളൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ വളരെയേറെ ഒരു നല്ല ഒരു കാലഘട്ടം തന്നെയായിരിക്കും. സമ്പത്തുപരമായ ഉയർച്ചകളൊക്കെ വരുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ 2025 എന്ന് പറയുന്നത്. മെയ് മാസം മുതൽക്ക് ഗുരുവിൻ്റെ മാറ്റം കൂടി വരുന്നതോടുകൂടി ഇവർക്ക് യോഗകരമായ ഒരു കാലഘട്ടം തന്നെ എന്നാണ് പറയേണ്ടത്. അതായത് ഇതുപോലെ ട്രേഡ് മാർക്കിംഗ് ഒക്കെ, അതേപോലെ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അതായത് പ്രഡിക്ഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെയേറെ നല്ല രീതിയിൽ പണമൊക്കെ സമ്പാദിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്ത് പണമൊക്കെ സമ്പാദിക്കുന്നവർക്കൊക്കെ ഷെയർ മാർക്കറ്റ് പോലുള്ള ഇടങ്ങളിലൊക്കെ നല്ല രീതിയിൽ തന്നെ പണമൊക്കെ സമ്പാദിച്ച് മുന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവർക്കൊക്കെ സൃഷ്ടിക്കുന്നത്. അതുപോലെ ഈ സമ്പത്ത് മോഹിച്ചൊക്കെ ചിലർക്കൊക്കെ ഈ വസ്തു സംബന്ധപ്പെട്ട ഇടങ്ങളിലേക്കും പണമൊക്കെ നിക്ഷേപിച്ചിരിക്കും. വസ്തുവൊക്കെ കച്ചവടമാകാതെയൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ. അതെല്ലാം തന്നെ ഈ മെയ് മാസത്തിന് ശേഷം ആ കച്ചവടമൊക്കെ, അതായത് മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തിനുള്ളിൽ തന്നെ അതൊക്കെ കച്ചവടമൊക്കെ ആയി നല്ല രീതിയിലൊക്കെ പണമൊക്കെ സമ്പാദിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തൊഴിൽ ഇടങ്ങളിലൊക്കെ ഉന്നതമായ ഒരു പൊസിഷൻ ഇവർക്ക് വേണ്ടിയിട്ട് കാത്തിരിപ്പുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കാം. അതായത് നല്ല ജോലിയിലൊക്കെ ഇരിക്കുന്നവർക്ക് ഇവർക്ക് എന്തായാലും ഉയർന്ന രീതിയിലുള്ള ഒരു പ്രൊമോഷനൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ചെറുകിട ആൾക്കാരെ വെച്ചിട്ട് നോക്കുമ്പോൾ അവർക്കും അതിൻ്റേതായ രീതിയിൽ ഒരു വർക്കിൻ്റെ ഒപ്പം മറ്റൊരു വർക്കെല്ലാം കിട്ടുന്ന ഒരു സാഹചര്യം വരും. അതിന് തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ അവിടെ വരുന്നില്ല. അതിനേക്കുള്ള പണവും ഒക്കെ മറ്റു ഒരു വഴിക്ക് നിങ്ങളെ സഹായത്തിന് ആരെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പൊതുവിൽ ഈ ഒരു 2025 എല്ലാവർക്കും ഗുണപരമായ ഒരു കാലഘട്ടം തന്നെയാണ്. സമ്പത്തുപരമായ രീതിയിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷ്മി ദേവി വളരെ ഏറെ അനുഗ്രഹിക്കുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ ഹിന്ദുക്കളുടെ ആ ഒരു ഇതനുസരിച്ചാണ് ലക്ഷ്മി ദേവി എന്ന് പറയുന്നത്. അവരവരുടെ ഇതിനനുസരിച്ച് ഓരോരുത്തർക്കും അതിൻ്റേതായ ഫലം തീർച്ചയായിട്ടും ആ ഒരു ദൈവാധീനവും അനുഗ്രഹവുമൊക്കെ എപ്പോഴും ലഭിക്കുന്ന സാഹചര്യം തന്നെയാണ്. ഇതുവരെ എന്തായാലും ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. അതുപോലെ പഠനം സംബന്ധിച്ച വിഷയങ്ങളിലൊക്കെയും നല്ല ഹയർ സ്റ്റഡീസിനൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നതും അതിൻ്റേതായ ഒരു നല്ല വഴി കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. മൊത്തത്തിൽ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് നല്ല ഒരു കാലം തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളൊക്കെയും വളരെയേറെ ചിന്തിച്ച് പ്രവർത്തിക്കണം. സമ്പത്തുപരമായ രീതിയിലൊക്കെ നേരത്തെ ആ ഒരു ട്രേഡിങ്ങിലൊക്കെ നിങ്ങൾക്ക് പണമൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണ അതൊക്കെ ലോസായി പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും. അതുപോലെ ബിസിനസ്സിലൊക്കെ എന്തെങ്കിലും രീതിയിൽ പണമൊക്കെ മുടക്കുകയാണെങ്കിൽ ചിന്തിച്ച് വേണം മുടക്കുവാനായിട്ട്. എന്തെങ്കിലും സ്റ്റോക്ക് സംബന്ധപ്പെട്ട വിഷയങ്ങളിലായിട്ട് അധികമായി പണങ്ങളൊക്കെ മുടക്കുകയാണെങ്കിൽ അതൊക്കെ ലോസായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് പെട്ടെന്ന് വിറ്റ് പോകാത്ത സാഹചര്യങ്ങൾ വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ സെപ്റ്റംബർ മാസത്തിന് ശേഷമുള്ള ആ ഒരു ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടാകും. അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്ന് കണക്കാക്കിയാൽ മതിയാവും. ഈ കാലഘട്ടത്തിലേക്ക് ഉണ്ടാവും. വിവാഹം നടക്കാതെ ഇരുന്നവർക്കൊക്കെ തന്നെ അതിൻ്റേതായ രീതിക്ക് വിവാഹങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. എന്തായാലും വിദ്യാഭ്യാസപരമായ
തൊഴിൽപരമായിട്ടും വിവാഹ സംബന്ധപ്പെട്ട അതുപോലെ ഈ സമ്പത്ത് സംബന്ധപ്പെട്ടും ഒക്കെ ഈ ഒരു വർഷം നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു കാലം തന്നെയാണ്. ദൈവം നിങ്ങളുടെ ഒപ്പം തന്നെ ഇറങ്ങി ചിന്തിച്ച് പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കാര്യം ഈ ജനുവരി തന്നെ നിങ്ങൾക്കൊരു നല്ല ഒരു മുന്നേറ്റത്തിനുള്ള വഴി തുറന്നിരിക്കുന്നു എന്നുള്ളതും സത്യമായ ഒരു കാര്യം തന്നെയാണ്. ലഗ്നവശാലുള്ള ആ ഒരു കാര്യം കൂടി നോക്കേണ്ടതുണ്ട്. ചിലരുടെ ലഗ്നവശാൽ ചിലർക്ക് നല്ല അധികമായ യോഗത്തെ കൊടുക്കുമെങ്കിലും മറ്റുള്ളവർക്ക് അതിൻ്റേതായ ഒരു 80% ഇവിടെ കൊടുക്കും എന്നുള്ളതിന് യാതൊരുവിധ തർക്കവുമില്ല. ഈ പറഞ്ഞ കാര്യത്തിൽ കാർത്തിക, രോഹിണി എന്നീ 2 നക്ഷത്രക്കാർക്ക് വളരെ ഏറെ നന്മ തന്നെയാണ്. അതായത് 100% നന്മ തന്നെയാണ് ഇവർക്ക് കിട്ടുക. എന്നാലും മകയിരത്തിന് അതിൻ്റേതായ ഒരു 80% അവർക്ക് അതിൻ്റേതായ ഒരു ഫലവും ലഭിക്കും. അവരും ഇതേ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണം. കാരണം വാഹനം സംബന്ധപ്പെട്ട തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് അതിൻ്റേതായ ഒരു നല്ല മാർക്കറ്റിംഗ് ഒക്കെ കിട്ടുകയും അതിൻ്റേതായ ശമ്പള ഉയർവൊക്കെ കിട്ടുന്ന സാധ്യത. എന്തായാലും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അതിൻ്റേതായ തീർച്ചയായിട്ടും 100% മാർച്ചിന് ശേഷം അതിൻ്റേതായ ഒരു ഫലം ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. കിട്ടാനുള്ള പണമൊക്കെ തിരിച്ചു കിട്ടുന്ന ഒരു കാലം തന്നെയാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സമ്പത്തിൻ്റെ ഒരു സ്രോതസ്സ് തുറന്നു കിട്ടുന്ന ഒരു കാലം തന്നെയാണ്. അപ്പോൾ ഇടവൻ രാശിക്കാർക്ക് എന്തായാലും വളരെയേറെ ആശ്വാസത്തിൻ്റെ ഒരു കാലം തന്നെയാണ് എന്ന് പറയുന്നു. ഇനി വരുന്ന കാലങ്ങളിലും മാസങ്ങളിലും കണക്കാക്കിയുള്ള ഫലങ്ങളൊക്കെയും ഉണ്ടാവും. എല്ലാവരും കാണുക.